റെഡിയാണോ എല്ലാവരും? ഓക്കെ വിഷ്ണു. അപ്പോൾ എന്തായാലും മന്തക്കര ഗണപതിയുടെ സന്നിധിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു ഗണപതി ഭഗവാന്റെ ഒരു സ്തുതി തന്നെ ആയിക്കോട്ടെ, കാരണം ദേവരഥത്തിൻ്റെ ആ ഒരു നാന്ദി കുറിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒരു ഗണപതി കീർത്തനത്തോടു കൂടെ നമുക്ക് അങ്ങോട്ട് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. മന്തക്കരയിലേക്ക് മന്ദം. ഓക്കെ. മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം വസിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം വസിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം ഭജേഹം മനസാ സ്മരാമി. അപ്പോ വിഷ്ണുവിന്റെ പാട്ടോടെ നമുക്ക് മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് പോകണം. ഒരു കലാകാരൻ എന്ന നിലയിൽ വിഷ്ണു ആഗ്രഹിച്ചതിനേക്കാൾ ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു രഥോത്സവത്തിന്റെ താരമായി റിപ്പോർട്ടർ ദേവരഥ സംഗമത്തിലൂടെ വിഷ്ണു മാറുവാണ്. ഒരുപാട് സന്തോഷം റിപ്പോർട്ടറിനും അതുപോലെ നമ്മുടെ ടീമിലെ ഓരോരുത്തരെയും. കാരണം ഞാൻ ഈ ഒരു ഇത്രയും തിരക്കേറിയ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ നമ്മൾ പാടുന്നതും നമ്മൾ സംസാരിക്കുന്നതും തമ്മിൽ ഒരു ബഹളവും ഇല്ലാതെ ജനങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ഞാൻ കമൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെക്നിക്കൽ ടീമിന് വളരെ നല്ല അഭിനന്ദനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ DOP പ്രദീപ് മാധവൻ, അതുപോലെ തന്നെ നമ്മുടെ തുടങ്ങി അവരൊക്കെ സ്റ്റുഡിയോയിലും ഇവിടെയുമായിട്ട് ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഇതിന് അണിയറയിൽ പറയേണ്ട കാര്യം മെയിനായി പറയേണ്ട കാര്യം നമ്മളൊക്കെ നേരെ നടക്കുന്നത് നമ്മുടെ ഈ 3 ക്യാമറമാരെ നടക്കുന്നത്. അത് ഒന്ന് അതുൽ, നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ടർ ടിവിയിൽ നമ്മുടെ ടീമിലേക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് രഥോത്സവത്തിന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ താരം അതുലിന്റെ വീട് എവിടെയാ? അതുലെ കോഴിക്കോട്ടുകാരനാണ്. നമ്മുടെ ദീപക് മലയമ്മയുടെ ഒക്കെ നാട്ടുകാരനാണ്. അപ്പൊ ആ ഉഷാറൊക്കെ ഉണ്ട്. അതിൽ ഇന്നോട്ട് നമ്മുടെ ടീമിലുണ്ട്. ഈ തത്സമയം മറ്റു സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തെങ്കിലും ഇവിടെ വന്നപ്പോ എങ്ങനെയുണ്ട്? വൈബ് എങ്ങനെയുണ്ട്? അടിപൊളി. അതിൽ എന്റെ കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.